ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സ്നേഹം നിറഞ്ഞ മാതാപിതാക്കളെ, ബെൻഡിറ്റി പ്രയർ അനുഗ്രഹത്തിൻ്റെ പ്രാർത്ഥന. മക്കളെ അനുഗ്രഹിച്ച് മാതാപിതാക്കൾ പ്രാർത്ഥിക്കുന്ന ഈ പ്രത്യേക പ്രാർത്ഥനാ ശുശ്രൂഷ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന പ്രിയപ്പെട്ട മാതാപിതാക്കളെ, ഇന്ന് ഈ രാത്രിയിൽ മക്കളുടെ ജീവിതത്തിൻ്റെ നവീകരണത്തിനും വിശുദ്ധീകരണത്തിനും നന്മയ്ക്കും വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നു. മക്കളുടെ ഈ ദിവസങ്ങളിൽ എല്ലാ പ്രവർത്തനങ്ങളെയും മക്കളുടെ എല്ലാ ജീവിത വഴികളെയും തമ്പുരാന് മുമ്പിൽ സമർപ്പിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ വലിയ ഇടപെടൽ നമ്മുടെ മക്കളുടെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഇന്ന് സുഭാഷിതങ്ങളുടെ പുസ്തകം 25-ാം അധ്യായം 15-ാം വചനം നാവിൻ്റെ നിയന്ത്രണത്തെക്കുറിച്ച് പഠിപ്പിക്കുന്നു. മൃദുലമായ നാവിന് കടുത്ത അസ്ഥിയെ പോലും ഉടയ്ക്കുവാനുള്ള കരുത്തുണ്ട്. പ്രിയപ്പെട്ട മാതാപിതാക്കളെ, മൃദുലമായ നാവ് ഇന്ന് മക്കൾക്ക് ഇല്ലാതെ പോകുന്ന ഒരു കാര്യമാണ്. കരുണയോടുകൂടി ഇല്ലെങ്കിൽ മര്യാദപൂർവമായ ഒരു സംസാരം മാതാപിതാക്കളോടാകട്ടെ, ഏറ്റവും അടുത്ത് അവരെ സ്നേഹിക്കുന്ന വളർത്തി വലുതാക്കുന്നവരോടാകട്ടെ, ഉറ്റവരോട് പോലും കഠിനമായ സംസാരങ്ങൾ, ഒട്ടും നിയന്ത്രിക്കാൻ പറ്റാത്തുള്ള എടുത്തിയാട്ടം, നാവിന് നിയന്ത്രണമില്ലാതെയുള്ള വിദ്വേഷം, ആക്രോശം, അങ്ങനെ ഒരു തരത്തിലും ക്ഷമിക്കാൻ പറ്റാത്ത രീതിയിലുള്ള അല്ലെങ്കിൽ മാതാപിതാക്കൾക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത രീതിയിലുള്ള മറുപടികൾ, തർക്കുത്തരങ്ങൾ, അത് വിധേയത്വമില്ലായ്മ മക്കളിൽ പുറത്തു വരികയും ആ എളിമയില്ലായ്മയുടെ ഫലം മക്കളുടെ ജീവിതത്തിൽ മക്കളുടെ നാവിലൂടെ പുറപ്പെടുന്ന ഓരോ വാക്കുകൾ മറ്റുള്ളവർക്ക് വേദനയായി തീരുന്ന ഒരു കാലഘട്ടം. പക്ഷേ ഇതിൻ്റെയൊക്കെ ഒരു പരിണിത ഫലം എന്ന് പറഞ്ഞാൽ മക്കളുടെ ജീവിതത്തിൽ വലിയ പരാജയമാണ്. പ്രിയപ്പെട്ട മാതാപിതാക്കളെ, പരാജയത്തിൽ നിന്ന് മക്കൾ വിജയത്തിലേക്ക് വരുവാൻ, നാവിൻ്റെ നിയന്ത്രണം, മൃദുലമായ സംസാരത്തിലേക്ക് വരുവാൻ, കടുത്ത പരീക്ഷകളെ പോലും അതിജീവിക്കുവാൻ എത്രയോ വിശുദ്ധരുടെ ജീവിതം നമ്മൾ കാണുന്നുണ്ട്. അവരുടെയൊക്കെ ആ ഒരു സംസാരം, പെരുമാറ്റം, വിനയം, എളിമ അവരെ വിശുദ്ധിയുടെ എത്രയോ പടവിലേക്ക് എത്തിച്ചുവെന്ന് വിശുദ്ധ അന്തോണീസിൻ്റെ അഴുകാത്ത നാവിൻ്റെ ചൈതന്യമൊക്കെ നമ്മൾ കാണുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, അതുപോലെ തന്നെ മക്കളുടെ ജീവിതത്തിൽ വിശുദ്ധീകരണം സംഭവിക്കുവാൻ, നാവിന് നിയന്ത്രണം ഉണ്ടാകുവാൻ, ഏത് പ്രതിബന്ധങ്ങളെയും തടസ്സങ്ങളെയും തരണം ചെയ്യുവാൻ മൃദുലമായ സംസാരത്തിലൂടെ അനുഗ്രഹങ്ങൾ നേടി മാതാപിതാക്കളുടെയും ഗുരുഭൂതരുടെയും ആ അനുഗ്രഹം നേടി കൃപയാർന്ന ജീവൻ നയിക്കുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം സ്ഥാപിക്കുന്നവരായി, ബന്ധങ്ങൾ നിലനിർത്തുന്നവരായി നമ്മുടെ മക്കൾ മാറട്ടെ. എല്ലാവരുടെയും പ്രീതിക്ക് ഇണങ്ങുന്ന രീതിയിൽ നല്ല സംസാരത്തിന്, വ്യക്തിത്വത്തിനും ഉടമകളായി തീരട്ടെ. ആമീൻ. ഈ മാതാപിതാക്കളെ, ഈ സമയം നമ്മുടെ മക്കളെ ഈശോയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. മക്കൾ അടുത്തുണ്ടെങ്കിൽ അവരുടെ ശിരസിൽ കൈവച്ചും അതിന് സാധിക്കാത്ത പക്ഷം അവരെ മനസ്സിലോർത്ത് അവരുടെ പേര് പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ, അവിടുന്ന് ദാനമായി നൽകിയ ഞങ്ങളുടെ മക്കളെ അവിടുത്തെ തിരുഹൃദയത്തിലേക്ക് സമർപ്പിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അപ്പനായ അമ്മയായ ഞാൻ എൻ്റെ മകനെ, എൻ്റെ മകളെ അനുഗ്രഹിക്കുന്നു. കർത്താവായ ഈശോയെ, ഞങ്ങളുടെ മക്കൾ മൃദുലമായ വാക്കുകൾ പറയുകയും അതുവഴി മറ്റുള്ളവരുമായി ബന്ധങ്ങളും സമാധാനവും സ്ഥാപിക്കുന്നവരായി വളരട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ മക്കളുടെ സംസാരങ്ങൾ കർത്താവെ അനുഗ്രഹത്തിനും അതുപോലെ തന്നെ മറ്റുള്ളവരുടെ സങ്കടങ്ങൾ എടുത്തു മാറ്റുന്നതിനും കാരണമായി തീരട്ടെ. അതുവഴി ഞങ്ങളുടെ മക്കൾ വിജയിക്കട്ടെ. ആമീൻ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.